എൻ.ഡി.എക്കൊപ്പം നിൽക്കുന്ന ഘടകകക്ഷിയാണ് കാമരാജ് കോൺഗ്രസ്. കുറച്ചു നേരം മുൻപ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നത് എൻ.ഡി.എ പാറശാല സീറ്റ് കൊടുത്തില്ല എങ്കിൽ മുന്നണി വിടുന്നതടക്കമുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയാണ്, ഇതിനെതിരെ പ്രതിഷേധം ഉന്നയിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവായ യു.ഡി.എഫിന്റെ നെടുന്തൂണായ വി.ഡി. സതീശനെ ചതിച്ച വഞ്ചിച്ച ഒരു കഥ കൂടിയുണ്ട് ഇദ്ദേഹത്തിന് പറയാൻ എന്നുള്ളതാണ്. അതായത് മേഘ ചതിച്ച വഞ്ചിച്ച എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ വി.ഡി. സതീശൻ വളരെ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി കഴിഞ്ഞ 10 വർഷമായിട്ടിരിക്കുമ്പോൾ അവർക്ക് നല്ല ബാക്കപ്പ് എടുക്കേണ്ടി വരും. ആ ബാക്കപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇങ്ങനെ മുന്നണികളെ കൂടെ കൂട്ടുന്ന കാര്യമൊക്കെ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകരെ അറിയാമല്ലോ, ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവർ ചോദിക്കുന്നത്. അവരിങ്ങനെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ അധികം ചോദിക്കുന്നു. ഒരു മാസത്തിന് മുന്നേ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ 1.5 മാസം, അതിനപ്പുറം ഇല്ല. അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട അൻവറിന്റെ പാർട്ടി ഇതിലേക്ക് ലയിക്കണമെന്ന് പറഞ്ഞ് എന്നെ എടുക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്ന രംഗം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അൻവറിനെയും ഒരു കൈപ്പാടകലം നിർത്തിയിട്ടുണ്ട്, കുതിര കയറണ്ട എടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വഭാവം അറിയില്ല അൻവറിന്റെ. അപ്പൊ ആ സന്ദർഭത്തിലാണ് അദ്ദേഹം പറയുന്നത്, ആര് ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ പറയുന്നത് ഇന്നതുപോലെ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെ. അപ്പൊ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ രഹസ്യമായി നീക്കിക്കൊണ്ടിരുന്ന ഒരു സംഗതിയായിരുന്നു. ഇദ്ദേഹം അത് അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം പറഞ്ഞുപോയി. കാര്യം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്താണ് ഇത് തൻ്റെ ക്രെഡിറ്റാക്കി മാറ്റി അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ ഇപ്പോൾ കാമരാജ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, കാമരാജ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. എൻ്റെ പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. കാമരാജ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ജനകീയനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സംഘടന, അതായത് നമ്മൾ കേൾക്കുമല്ലോ, കുറച്ച് ജനപ്രീതിയും കുറച്ച് പത്രത്തിൽ ഫോട്ടോയും കുറേ കാര്യങ്ങൾ ചെയ്തും ആൾക്കാരുടെ ഇടയിൽ പേരെടുക്കാൻ നിരവധി പേരിങ്ങനെ നേതാക്കളായി നടക്കുന്നുണ്ട്. അത് ഞാൻ അവരെ അടച്ചാക്ഷേപിക്കുന്നതല്ല, ഒരുപാട് ഈർക്കൽ പാർട്ടിയുടെ നേതാക്കളുണ്ട്. പക്ഷെ കാമരാജ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ തെക്കൻ കേരളത്തിലെ ഒരു വലിയ നേതാവ് തന്നെ, അത് അദ്ദേഹത്തിന്റെ പേരിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനം. അദ്ദേഹം ഇങ്ങനെ രഹസ്യമായി നീക്കിയിരുന്ന ആ ബാന്ധവം ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇദ്ദേഹത്തിന് ഈഗോ വർക്കൗട്ട് ആവും. ആര് പറഞ്ഞു? ഞങ്ങൾ കാണാനൊന്നും പോയില്ല. അടുത്ത് തന്നെ മണിക്കൂറുകളും അദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനം. ആര് പറഞ്ഞു? ഞങ്ങൾ കാണാനൊന്നും പോയില്ല, ഞങ്ങൾ വീഡിയോയും കണ്ടില്ല, ആരെയും കണ്ടില്ല, ഞങ്ങൾക്ക് ആരുടെ കൂടെയും വേണ്ട. ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അതെ, ഇപ്പോൾ ഈ പറഞ്ഞ കുറെ ഘടകകക്ഷികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ തുറന്നിട്ട വാതിലുകൾ കൊട്ടിയടച്ചുകൊണ്ട് അവിടെ പോയി. ഇപ്പൊ എനിക്കൊന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആവശ്യപ്പെടുന്നത് 5 സീറ്റുകളാണ്. അപ്പൊ 5 സ്ഥലങ്ങളിലാണ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പാറശാല, കോവളം, അരുവിക്കര ഇതെല്ലാം തിരുവനന്തപുരത്തുള്ളതാണ്. അതുപോലെ കൊല്ലത്തെ ചടയമംഗലവും കോഴിക്കോട് പേരാമ്പ്ര സീറ്റുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ ആവശ്യപ്പെടുന്നത് പ്രാതിനിധ്യമാണ്. അതോടൊപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, പാറശാലയിൽ എൻ.ഡി.എ എന്ന് പറയുന്നത് 3ാം സ്ഥാനത്താണ്. നിയമമൊന്നും അല്ലല്ലോ ചോദിച്ചത്, ഞങ്ങൾ പാറശാലയല്ലേ ചോദിച്ചത്. 3ാം സ്ഥാനത്തുള്ള ഒരു സീറ്റ് പോലും ഞങ്ങൾക്ക് തരാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഒരിടത്ത് കുതികാല് വെട്ടി അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ എല്ലാ പരിഗണനകളും ലഭിക്കണം എന്നുള്ള വാശി എങ്ങനെയാണ് വെക്കാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത്. മേഘ, ഇതിനകത്ത് പാറശാലയല്ല കോവളമല്ല ഏതായിരുന്നാലും ഇപ്പൊ ബഹുമാനപ്പെട്ട വി.ഡി. സതീശന്റെ അടുത്ത് ചോദിച്ചു, കോൺഗ്രസിൽ ചോദിച്ചു പോയല്ലോ, അസോസിയേറ്റ് ആകാനേ കഴിയുള്ളൂ. അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ചിലപ്പം സീറ്റ് പോലും കൊടുക്കത്തില്ല. നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് തരൂ, നിങ്ങളുടെ വോട്ട് തരൂ, നിങ്ങൾ ഹിന്ദു നാടാറിന്റെ വോട്ട് തരൂ, അല്ലെങ്കിൽ മറ്റ് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ വോട്ട് തരൂ. ആ വോട്ട് തരുന്നതിന് ഭരണത്തിൽ വരുമ്പോൾ ചെയ്യുമല്ലോ. ഇപ്പം ഇവർ ആരെങ്കിലും ഒക്കെ മന്ത്രി ആയി കഴിഞ്ഞാൽ ചെന്നൊരു പേപ്പറുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വോട്ട് തന്ന പാർട്ടീസ് ആണെന്ന് അത് പറയണ്ടല്ലോ മേഘ. അങ്ങനെ ഒരു അസോസിയേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അസോസിയേഷനിൽ പോലും നിൽക്കാൻ പറ്റില്ല, അസോസിയേറ്റ് പോലും നിൽക്കാൻ പറ്റില്ല, അതിനേക്കാൾ വലിയ ആളെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ചോദിച്ചിരിക്കുന്ന സീറ്റ് എവിടെയൊക്കെ? പാറശാല, അത് എൻ.ഡി.എയുടെ പാറശാല, കോവളം, അരുവിക്കര ഒന്ന് വായിക്കൂ. തിരുവനന്തപുരത്ത് നിന്നുള്ള പാറശാല, കോവളം, അരുവിക്കര മണ്ഡലങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്തുള്ള ചടയമംഗലം, കോഴിക്കോട് പേരാമ്പ്രയാണ് ചോദിച്ചിട്ടുണ്ട്. ഇത് എൻ.ഡി.എ ഒരു സീറ്റ് കൊടുക്കുന്നു താങ്കൾ കരുതുന്നുണ്ടോ? മേഘ കരുതുന്നുണ്ടോ? ഇതിൽ ഒരു സീറ്റ് കൊടുക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇത് മാതൃഭൂമിയുടെ പ്രശാന്ത് എന്ന് പറയുന്ന റിപ്പോർട്ടറെ വിളിച്ച്, പ്രശാന്ത് സൂര്യയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അറിയാം, മേഘക്കെല്ലാം അറിയാം, സീനിയറാണ്. ഈ പ്രശാന്തിനെ വിളിച്ചിട്ട് മോനെ ഇങ്ങനെ ഒരു റിപ്പോർട്ടെങ്കിലും കൊടുക്ക്, ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തെങ്കിലും എന്നെ എൻ.ഡി.എ പരിഗണിക്കട്ടെ. അതാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഇതിന് മറ്റൊരു അർത്ഥം കൂടെയുണ്ട്. വി.ഡി. സതീശൻ വളരെ സ്നേഹത്തോടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, അതെ, ആ ഒരു സമയത്ത് എനിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവുമുള്ള ആ ഒരു കാലയളവിൽ ഘടകകക്ഷികളെ കൂടെ കൂട്ടുക, അതുപോലെ തന്നെ എന്തായാലും യു.ഡി.എഫ് ആഗ്രഹിക്കുന്നത് 100-ൽ പരം സീറ്റുകൾ അധികാരത്തിലെത്തുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ ഘടകകക്ഷികളുടെ എല്ലാം
ആവശ്യമുണ്ട്, ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട്. അസോസിയേറ്റ് അല്ലെങ്കിൽ കുറച്ച് വോട്ട് ഇത് ആവശ്യമുണ്ട്. ഇത് വോട്ട് കിട്ടുന്നതിന് മണ്ഡലം വേണമെന്ന് പറയത്തക്ക രീതിയിൽ എനിക്കറിയില്ല. കാര്യം ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ, അല്ലെങ്കിൽ നമ്മളൊന്നും ഇത് പറയാൻ എന്താ പറയുക, വിഷ്ണുപുരം ചന്ദ്രശേഖരനെ അവരുടെ പാർട്ടിയോ നമ്മളങ്ങനെ അവഹേളിച്ച് കാണുന്നൊന്നുമല്ല. അവർക്ക് വോട്ടുണ്ടാവും മണ്ഡലങ്ങളിൽ. സാർ, ആദ്യം നിങ്ങളൊന്ന് ഇരിക്കുക, ഇരുന്നിട്ട് നിങ്ങൾ കാല് നീട്ടുക, ഇതേ പറയാനുള്ളൂ. ഈ പറയുന്ന രീതിയിൽ പാറശാലയോ കോവളമോ മറ്റേ ഒരു സ്ഥലവും നമ്മളിപ്പോൾ എഴുതി തരാം, ഇതിൽ ഒരു സീറ്റ് പോലും ആ ചർച്ച പോലും ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർ നടത്തില്ല. പിന്നെ എന്തിന് ഈ പറയുന്ന രീതിയിൽ നമ്മൾ സർക്കാസം പറഞ്ഞതാണ്, ആ പ്രശാന്തിനെ വിളിച്ചതും ഈ പറഞ്ഞത് എടാ ഒന്ന് പറയണം മോനെ എന്ന് പറഞ്ഞ് ചെയ്യിച്ചൊരു സാധനമാണ്. അപ്പോൾ ഇവിടെ വെച്ച് നീട്ടിയ ഒരു സാധനം കളഞ്ഞിട്ട് അഹങ്കാരത്തോടെ പോയിട്ട് ഇപ്പൊ ഈ കിടന്ന് കൈകാലിട്ടടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? വല്ല കാര്യമുണ്ടോ? കാര്യം അന്ന് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹം വേറൊരു കാര്യം മേക്കറിയോ, ഇപ്പോൾ ഭരണത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് UDF ഒരു അങ്ങനെ പാർട്ടി ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ നിരവധി പാർട്ടികൾ, ചെറിയ ചെറിയ പാർട്ടികൾ പ്രതിപക്ഷ നേതാവിനെ കാണും. തീർച്ചയായും. KPMSന്റെ പുനല ശ്രീകുമാർ, അതുപോലെ പല പല പിന്നെ നമ്മുടെ ഹിന്ദു മത സംഘടനകളുണ്ട്. അവരൊക്കെ തന്നെ ഇതേപോലെ പോയി ഭരണത്തിലേക്ക് വരാൻ പോകുന്നവരാണ്. അവരെ പോയി കാണും. കാര്യം അവർക്കൊരു പ്ലാൻ വേണമല്ലോ. അപ്പൊ ഈ പറയുന്ന പോലെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആവശ്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വോട്ട് മാത്രമാണോ NDAക്ക് വേണ്ടത്, ഒരു പ്രാതിനിധ്യം ഉറപ്പാക്കണ്ടേ എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജാതി സംഘടനകളെല്ലാം ഏതൊരു പാർട്ടിയുടെ കൂടെ, അത് NDAയുടെ കൂടെ ആയിക്കോട്ടെ, UDFന്റെയോ LDFന്റെ കൂടെയൊക്കെ നിൽക്കുന്നത് അവർക്കൊരു പ്രാതിനിധ്യം വേണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ്. അപ്പോൾ ഇത് മുന്നണി പ്രവേശനത്തിന് മുൻപാണ് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് ഇത്ര സീറ്റുകൾ തന്നാൽ മാത്രമേ ഞങ്ങൾ നിങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ എന്നൊരു നിബന്ധന വെച്ചതിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വരുന്നതെങ്കിൽ ഈ പറയുന്നതിനെല്ലാം കാര്യമുണ്ട്. ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ ഏതൊരു പാർട്ടിയാണെങ്കിലും ചതിച്ചുകൊണ്ട് സീറ്റ് തന്നില്ലെങ്കിൽ ഞങ്ങൾ പോവുകയാണ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടത്. ഇപ്പോൾ UDFലേക്ക് വരികയാണ് എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് വാതിൽക്കൽ നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകുമ്പോൾ അവിടെ ലംഘിക്കപ്പെട്ടതും ഈ രാഷ്ട്രീയ മര്യാദ തന്നെയാണ്. തീർച്ചയായിട്ടും. VD സതീശനെ പോലെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തിന്റെ പദവി, അദ്ദേഹം ആ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആളിനെ വല്ലാതെ കളിയാക്കുന്ന രീതിയിലേക്കാണ് പോയത്. അത് സ്ഥാനാർത്ഥിത്വം ഒന്നും കിട്ടാൻ സാധ്യതയില്ല. കോൺഗ്രസിലായാലും ഇവിടെ ആയാലും സ്ഥാനാർത്ഥിത്വം എനിക്കറിയില്ല. ഇനി പറയുന്ന രീതിയിൽ പാറശാല ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ, ഇവിടെ നാടർ കമ്മ്യൂണിറ്റി അവിടെ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് BJP അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ, അത് നമുക്ക് ഇനിയും പറയാൻ കഴിയില്ല. പക്ഷെ ഒരു വേള അവർ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അറിയണമെന്ന് കരുതിയാണ് മാതൃഭൂമി പോലൊരു ചാനലിൽ അദ്ദേഹം വന്നിരുന്ന് പറയുന്നത്. അദ്ദേഹം ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം, അദ്ദേഹത്തിന് താമ്പൂലത്തിൽ വെച്ച് നീട്ടിയ ഒരു സാധനമായിരുന്നു. കാര്യം ഭരണത്തിലേക്ക് കോൺഗ്രസ് വരാനുള്ള സാധ്യത ഇപ്പോഴും ഏതാണ്ട് ഒരു 100-ൽ 80% നമ്മൾ പല നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകരെ ചോദിക്കുമ്പോൾ ഇപ്പോൾ അനുകൂലമാണ്, ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയുന്നത്. കാര്യം ഇനി അങ്ങോട്ട്, കാര്യം രാഷ്ട്രീയമാണ്, ചിത്രം മാറി മറിയാനുള്ള സാധ്യത എപ്പോഴും രണ്ടു കൂട്ടരിലും ഉണ്ട്. അപ്പോൾ ഉണ്ടായിരുന്നതും കളഞ്ഞിട്ട്, ഈ പഴഞ്ചൊല്ല് പറയുമല്ലോ, കടിച്ചതും പോയി പിടിച്ചതും പോയി എന്ന് പറയുന്ന പോലെ, കടിച്ചു പിടിച്ചതും പോയി കയ്യിൽ ഉണ്ടായിരുന്നതും പോയി എന്ന് പറയുന്ന പോലെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇപ്പൊ കൈകാലിട്ട് അടിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട സതീശനോട് പോയി കാണിച്ചതിന്റെ പരിണിത ഫലമാണ് എന്ന് മാത്രമേ നമുക്കിതിൽ പറഞ്ഞു വയ്ക്കാനുള്ളൂ.